നിങ്ങൾക്ക് ഈ ഭൂതം, പ്രേതം, പിശാച്ച് ഇതിനൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റില്ല, പിന്നെ വിശ്വസിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്. അപ്പം നമ്മൾ ഇന്നാണ് ഉഗ്രസേൻ കി ബൗലി അല്ലെങ്കിൽ ഭേസ് കി ബൗലി എന്ന് പറയുന്നത്. ഇത് ഹെയ്ലീസ് റോഡിലാണ്, ന്യൂഡൽഹിയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്ന് കവർ ചെയ്യാം. നമ്മളാണ് ഡൽഹിയിൽ കനോട്ട് പ്ലേസിൻ്റെ അടുത്തായിട്ടുള്ള ഹെയ്ലി ലൈൻ. ഹെയ്ലി ലൈനിൽ ഇതാണ് ആ ഹെയ്ലി ലൈൻ. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ വേറൊരു ബോർഡുണ്ട്, ഉഗ്രസേൻ കി ബൗലി. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് പോണത്. ബൗലി എന്ന് പറഞ്ഞാൽ ഒരു വെല്ലാണ്, എന്ന് വെച്ചാൽ വാട്ടർ സ്റ്റോറേജ് ചെയ്യണ സെയിം ഡാം മാതിരി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ കുളം എന്ന് പറയാം. അപ്പോൾ അതുമാതിരത്തെ ഒരു സംഭവമാണ് ഇതിവിടെ. ഇത് ഉണ്ടാക്കിയത് ആരാന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ വിക്കിപീഡിയ അനുസരിച്ചിട്ട് നമുക്കറിയാമെന്ന് പറഞ്ഞാൽ ഇത് അഗർവാൾ കമ്മ്യൂണിറ്റി, നോർത്ത് ഇന്ത്യയിൽ അഗർവാൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരൊക്കെ ഭയങ്കര ബിസിനസ് ആൾക്കാരാണ്, ഈ ബനിയാസും ഇതൊക്കെ. അപ്പോൾ അവരാണ് ഉണ്ടാക്കിയതെന്നാണ് പറയണത്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നിങ്ങൾ കനോട്ട് പ്ലേസിൽ ജന്തർ മന്തറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓട്ടോറിക്ഷയിൽ വരാം. ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം, കാറും പുറത്ത് പാർക്ക് ചെയ്യാം. പക്ഷേ അത് നിങ്ങളുടെ റിസ്ക്. അവിടുന്ന് കുറച്ചൊരു 500 മീറ്റർ നിങ്ങൾ നടന്നു വരണം. ഈ സ്ഥലം ആക്ച്വലി ഉണ്ടാക്കിയത് വാട്ടർ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഡൽഹിയിൽ കുറേ വാട്ടർ ഷോർട്ടേജ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് അഗർവാൾ കമ്മ്യൂണിറ്റി, ഞാൻ പറഞ്ഞ മാതിരി അഗർവാൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിറ്റി ഇതാണ്. എന്നുവെച്ചാൽ സർനെയിമിൽ നിങ്ങൾ കണ്ടുണ്ടാവും, പിന്നെ പല അഗർവാൾസ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബിസിനസ് ആൾക്കാരൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ ഈ ചെറിയ ചെറിയ കിരാനയുടെ കടകളും ഇതൊക്കെ ഉള്ള ആൾക്കാർ. അവർ ഉണ്ടാക്കിയതെന്നാണ് ഇതിൻ്റെ ഹിസ്റ്ററി ഉള്ളത്. പിന്നെ ഇത് ആക്ച്വലി വളർന്നു വന്നതെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ പിന്നെ അത് വളർന്നു വന്നു പറഞ്ഞാൽ ലോധി അല്ലെങ്കിൽ ഖിൽജി 14th സെഞ്ച്വറിയിൽ അവരാണിത് പിന്നെയും തുറന്ന് ഇതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ഇത് വലുതാക്കിയത്. അപ്പോൾ ബേസിക്കലി ഇതിൽ പല കഥകളുണ്ട്. പക്ഷെ ഇപ്പോഴും വിക്കിപീഡിയയിൽ അതിൻ്റെ ഫുള്ള് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് അങ്ങനെ ഇല്ല ഇതിൽ. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ബേസിക്കലി നിങ്ങൾ വിസിൽ കേട്ടിട്ടുണ്ടോ, ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് നല്ല വലിയ സെൽഫി സ്റ്റിക്കില്ല, ഞാൻ കാണിച്ചില്ലേ പണ്ടത്തെ വ്ളോഗ്സൊക്കെ. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയണത് ഇവർ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൊബൈലിൽ എടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ കൈ കൊണ്ട് സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്ന വെച്ചാൽ സെൽഫി സ്റ്റിക്ക് കൊണ്ടുവരണ്ട. പല സിനിമകൾ, PK, പിന്നെ മോം, നമ്മുടെ ശ്രീദേവിയുടെ മോം, ഇങ്ങനെ പല പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അതും ഭയങ്കര റെസ്ട്രിക്ഷൻസിലാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചതും. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9-8 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ഉള്ളൂ. കാരണം 5:30 കഴിഞ്ഞത് പൂട്ടിയിടും. 5:30 കഴിഞ്ഞാൽ ആൾക്കാരിവിടെ സമ്മതിക്കാറില്ല. കാരണം ഇവിടെ പല ഹോണ്ടഡ് ഒച്ചകളും പിന്നെ പ്രശ്നങ്ങളും ആയതുകൊണ്ട് അവരത് 5:30 പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഇങ്ങനത്തെ കുറേ ഹോണ്ടഡ് പ്ലേസസ് ഉണ്ട് വിച്ച് ക്ലോസസ് അറ്റ് 5:30, 6 o'clock. കാരണം അത് കഴിഞ്ഞാൽ ഇവിടെ പ്രേതങ്ങളും ഭൂതപിശാചുകളൊക്കെ വരും എന്നാണ് പറയണത്. ഇതിൻ്റെ മെയിൻ സ്റ്റോറി പറയുന്നത് പറഞ്ഞാൽ ഈ വെള്ളമില്ലേ, ഇത് ഡാർക്ക് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡാർക്ക് വാട്ടർ കാരണം പല സ്റ്റോറീസും ആദ്യം വന്നെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യും ഈ വാട്ടർ. പിന്നെ നമ്മളെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഫോഴ്സ് ചെയ്യും. അതാണ് ഏറ്റവും ആദ്യത്തെ മിത്ത് ഓർ റിയൽ സ്റ്റോറി. നൂറ്റിയെട്ട് പടികളാണ് ഇതിൽ ഉള്ളത്. ഇതിപ്പോൾ
ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഇത് വരും. ഇവിടെ നമുക്കിപ്പം വെള്ളം കാണാം. അപ്പോൾ ഇതിനെ ബേസിക്കലി ഇവർ പറഞ്ഞിരുന്നു പറഞ്ഞാൽ കറുത്ത വെള്ളം എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് എന്തോ ജിങ്സ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഭയങ്കര പ്രേതപിശാചികളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിഞ്ഞൂടാ ഇതിൻ്റെ സ്റ്റോറി ആക്ച്വലി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് ആദ്യത്തെ മിത്താണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ ഡാർക്ക് വാട്ടർ എന്ന് വെച്ചാൽ ബ്ലാക്ക് വാട്ടർ, ഇത് ബേസിക്കലി നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യും. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. ചിലപ്പോൾ 5:30 കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 7 മണി 8 മണിക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ പറയാം. കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾക്ക് ഭൂതപ്രേതങ്ങളെ വിശ്വാസം എന്ന് വെച്ചാൽ അതും പറയാം. എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ? പിന്നെ വേറെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇവിടെ PKയുടെ ഷൂട്ടിനു മുമ്പ് ഡയറക്ടർ വന്നിരുന്നു വിത്ത് ഹിസ് ക്യാമറാമാൻ ഈ വെല്ലിൻ്റെ ഫുള്ള് ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ ആ സമയത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ അടിയിൽ ഇറങ്ങിപ്പോയി. അതും അവർ വന്നത് വളരെയധികം പെർമിഷൻ എടുത്ത് 7-8 മണി എങ്ങാണ്ടായപ്പോൾ അവർ വന്നത്. അവർ വന്നപ്പോൾ ആദ്യം നടന്നു പോണ സമയത്ത് ഒരാൾക്ക് തോന്നി ഏതൊരു സ്ത്രീ പറന്നു പോകണമെന്ന് തോന്നി. എന്നുവെച്ചാൽ ഇത് ഈ ഇടയിലുള്ള ഇത് കണ്ടില്ലേ, അവിടുന്ന് ഇവിടെയും വരെ പറന്നു പോകണമെന്ന് തോന്നി. ആളൊന്നും മിണ്ടിയില്ല, ക്യാമറാമാനോടൊന്നും മിണ്ടിയില്ല. അങ്ങനെ ക്യാമറാമാൻ അയാളുടെ ഒപ്പം തന്നെ പോയി അടിയിൽ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന കോണിപ്പടിയില്ലേ, ഈ കോണിപ്പടിയിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് നടന്നു വരണം അവരുടെ അടുത്തേക്ക്. ഒരു ജാതി ഒച്ചയും ബേളമൊക്കെ അവർ കേട്ടുന്നതാണ് അവർ പറയണത്. അയാൾ ഒരു ഷോട്ടും കൂടി എടുത്തപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ക്യാമറ വീണ് പൊട്ടി. ഡൽഹിയിൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം വരെ, പിന്നെ അവിടെ നിന്ന് മാക്സിമം അവിടെ വരെ വെള്ളം കയറുന്നതാണ് അവർ പറയണത്. പക്ഷേ നമ്മൾക്ക് കാണാം ആ ഭാഗത്ത് കണ്ടില്ലേ, അവിടെയും എൻട്രൻസ് ഉണ്ട്, അവിടെയും എൻട്രൻസ് ഉണ്ട്, അവിടെയും എൻട്രൻസ് ഉണ്ട്. ഇനി ഇവിടുത്തെ ഒരു വാട്ടർ പമ്പായിട്ടാണോ അത് വരയ്ക്കേണ്ടത്, എന്താ സംഭവം എന്ന് ആർക്കും അറിഞ്ഞൂടാ. അവർ പോകാനും സമ്മതിക്കില്ല ആൾക്കാരെ. ഇവിടെ ഈ സംഭവങ്ങൾ, ഈ ആർച്ചിൻ്റെ ഇടയിൽ ഈ സാധനങ്ങൾ കാണില്ലേ, ഇടയ്ക്കുള്ള ഇത് ഹോൾസ് അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഇവിടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവർ കാൻഡിൽസൊക്കെ വെച്ചിരുന്നത് ലൈറ്റിന് വേണ്ടിയിട്ട് രാത്രി സമയത്ത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ബേസിക്കലി നമ്മളുടെ ലോധി ഡൈനാസ്റ്റിയിലും നമ്മളിത് കണ്ടിട്ടുണ്ട്, ഖിൽജി ഡൈനാസ്റ്റിയിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിക്കിപീഡിയ അനുസരിച്ചിട്ട് പറയുന്നത് പറഞ്ഞാൽ ഇത് അഗർവാൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാണ്. പക്ഷേ ഇതിൻ്റെ ആർച്ചും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പോഴും മുകൾ തന്നെ ഉണ്ടാക്കിയാണ്. മേ ബി അടിയിലത്തെ ഭാഗം മാത്രം ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾക്ക് അടിയിൽ കണ്ടില്ല, അതിൻ്റെ ആ ഭാഗമൊക്കെ ഫുള്ള് ഒരു മുഗൾ ഡൈനസ്റ്റിയും എന്താണ് പറയുക ഖിൽജിയും ലോധി ഡൈനസ്റ്റിയുടെ ഒക്കെ ആർച്ച് മാതിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പേർഷ്യൻ എംപയർ കൂടുതലും ഇസ്ലാമികമായത് നോക്കുമ്പോൾ അവർ കൂടുതലും ഇങ്ങനെ ആർച്ച് ടൈപ്പ് കൺസ്ട്രക്ഷൻസാണ് ചെയ്തിരുന്നത്. പിന്നെ വേറെ ഭൂതപിശാചകളുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ആരോ നിങ്ങളുടെ ചെവിയിൽ വന്നിട്ട് വിസ്പർ ചെയ്യണത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നല്ലൊരു നമ്മുടെ കവളയിലിട്ടിട്ട് നല്ലൊരു അടിയും കിട്ടുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ സ്റ്റോറീസൊക്കെ ഉണ്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക്. ഇതിനുള്ള എവിഡൻസസ് ഉണ്ടോ? 2007 ലാസ്റ്റ് നോൺ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ഒരു പെണ്ണുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടുന്ന് എടുത്ത് ചാടിയതാണ് അവൾ. പക്ഷേ ആ സമയത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ചാടിക്കഴിഞ്ഞാൽ നല്ല താഴ്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവിടേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതാണ് ലാസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടായത്. പിന്നെ പല സ്റ്റോറീസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ പണ്ടത്തെ കഥകളായിരുന്നു. പണ്ടത്തെ കഥകളാണ് ഈ വെള്ളത്തിൻ്റെ സ്റ്റോറീസ് പറയണത്. എന്നുവെച്ചാൽ ഈ ഡാർക്ക് വാട്ടർ നമ്മളുടെ മൈൻഡിനെ വെച്ച് കളിക്കുന്നത്ര നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പലരുടെയും ഇതനുസരിച്ചിട്ട് മഹാരാജ ഉഗ്രസേൻ അല്ലെങ്കിൽ അഗ്രസേനാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയണത്. പക്ഷേ ടോട്ടൽ എവിഡൻസസ് ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോധിയോ ഖിൽജി ഡൈനസ്റ്റി വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെ ഫുള്ള് റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അവർ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളുടെ മുകൾ വരുന്നതിന് മുമ്പ് ഇത് ആരാണ് ഇത് ആക്ച്വലി ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. ചിലവർ പറയുന്നത് 108 പടിയുണ്ട്, ചിലവർ പറയുന്നത് 102 പടിയുണ്ട് ഇതിൽ. പക്ഷെ നമ്മൾക്കിപ്പോൾ അറിഞ്ഞൂടാ, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സംഭവം ഫുള്ള് ഉണ്ടാക്കിയത് കരിങ്കല്ലും പിന്നെ
ഇവിടുത്തെ ഡൽഹിയിലെ മണ്ണ് ബേസിക്കലി സിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇത് അന്നത്തെ ടൈപ്പ് സിമെൻ്റ് മാതിരി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഈ ചുവന്ന മണ്ണ് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ചുവന്ന കല്ല് ഡൽഹിയിൽ കിട്ടുന്നത് നമുക്ക്. ഇവിടെ ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു റൂയിൻസ് ഉണ്ട്. ഇവിടെയും എന്തോ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് അവർ. ഇത് പണ്ടത്തെ ലോധി ഡൈനസ്റ്റി തന്നെ ഉണ്ടാക്കിയതാ. ചെറിയൊരു പള്ളിയോ ചിലപ്പോൾ മദ്രസ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ പൂട്ടിയിട്ടിരിക്കുക, അവിടെ പോകാൻ പറ്റില്ല. ഇപ്പം ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ വോളൊക്കെ ഉണ്ടാക്കിയത് ലോധി ഡൈനസ്റ്റിയാണ്. അപ്പോൾ ആദ്യം ഇതുണ്ടല്ലോ വെള്ളം തങ്ങിക്കണത്, വോളുണ്ടായിരുന്നില്ല. ഈ വോളൊക്കെ പിന്നെ വന്നത് 14th century. പിന്നെ വേറൊരു മിത്തും ഇതിൻ്റെ ഹിസ്റ്ററിയും അറിയണമെന്ന് പറഞ്ഞാൽ ഇത് മഹാഭാരതത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു ഈ അഗ്രസേൻ കി ബൗലി എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഈ വെല്ല് അതും സത്യമായിരിക്കാം, പറയാൻ പറ്റില്ല, കാരണം നമ്മളുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ പറഞ്ഞു കേട്ട കഥകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഹിസ്റ്ററി നമ്മൾ അറിയണതാണ്. അപ്പോൾ ഇത് മഹാഭാരതം നടന്ന സമയത്ത്, മഹാഭാരതത്തിൻ്റെ സമയം മുതലുള്ള വെല്ലാണിത് ആക്ച്വലി, ബൗലി. ഇതാണ് നമ്മുടെ എൻട്രൻസും എക്സിറ്റും. ഇവിടുന്ന് വന്നിട്ട് നമ്മളിത് ഇവിടേക്ക് കയറിയത്. നമുക്കിതിനെ പറ്റിയിട്ട് ഒന്ന് വായിക്കാം. അഗ്രസേൻ കി ബൗലി, സ്റ്റെപ്വെല്ലിനാണ് ബൗലി എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ഫോർ ദി സ്റ്റോറേജ് ഓഫ് വാട്ടർ, മെയിൻലി കൺസ്ട്രക്റ്റഡ് ടു കോപ്പ് വിത്ത് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ വാട്ടർ അവൈലബിലിറ്റി. This stepwell is said to have been built by Raja Ugrasen, the forefather of the Agrawal community. The architectural features of this Bawali resemble those of the late Tughlaq or Lodi period. ഞാൻ പറഞ്ഞില്ലേ, ആർക്കിടെക്ചർ ഫുള്ള് നോക്കുമ്പോൾ നമ്മൾ തുഗ്ലക്കും ലോധി പീരീഡിൻ്റെ മാതിരി തോന്നുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ പറയുന്നത് ഉഗ്രസേൻ എന്നാണ്, ഉഗ്രസേൻസ് ബൗലി. അപ്പോൾ രാജ ഉഗ്രസേൻ്റെ കാലത്തുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ സ്റ്റെപ്പ് വെല്ല്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോധി ഡൈനസ്റ്റി വന്നിട്ടാണ് ഇതിൻ്റെ ഈ വാൾസും ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതിൻ്റെ തൊട്ട് പുറത്ത് തന്നെ നല്ല വാൾ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്, മഹാത്മാഗാന്ധിയുടെയും പിന്നെ കുറേ പൂക്കളുടെയും, പിന്നെ ചെറിയൊരു പെപ്സിയും ഭക്ഷണവും ചിപ്സൊക്കെ കഴിക്കുന്ന അതിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ മക്കളെ ഒരു അപാര ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. എന്നുവെച്ചാൽ എനിക്ക് ഭൂതപ്രേതങ്ങളങ്ങനെ അതിൻ്റെ പേടിയൊന്നുമില്ല, പക്ഷെ ഓഫ് കോഴ്സ് ഞാൻ ഹൊറർ മൂവീസൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയതായിട്ടൊന്നും ഒരു പേടി വരാറുണ്ട്, ഇല്ലയെന്നില്ല. നമ്മൾ പിന്നെ എന്താണ് പറയുക, അത്രയും ഇതായിരുന്നല്ലോ, നമ്മൾ മനുഷ്യരല്ലേ, അത് ഡിഫറെൻറ്റ് ഇമോഷനാണ് അത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇതിലൊക്കെ? പിന്നെ എന്തെങ്കിലും സ്റ്റോറീസ് നിങ്ങളുടെ ഉണ്ടോ, ഇങ്ങനെ നിങ്ങൾ കേട്ടതോ കണ്ടതോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം, അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഡൽഹിയിൽ കുറേ ഇങ്ങനത്തെ കുറേ ഹോണ്ടഡ് സ്റ്റോറീസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ കുറേ ആൾക്കാർ എന്തൊക്കെയായിട്ട് പോകുന്നുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ ജനിച്ചു വളർന്നിട്ട് ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇന്നാണ് എനിക്ക് ഒന്ന് വരാൻ തോന്നിയത്, ഇതിനെ പറ്റിയിട്ട് ഒന്ന് അറിയാനും പഠിക്കാനും തോന്നിയത്. പിന്നെ നമ്മൾ പേഴ്സണലി ചെന്ന് ഫിസിക്കലി നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഞാൻ അത് നിങ്ങളോട് ഈ യൂട്യൂബ് വീഡിയോയിൽ കൂടെ പറയുന്ന മാതിരിയല്ല, ആക്ച്വലി നമ്മളവിടെ ഉണ്ടാവണം, അതിൻ്റെ ഒരു പ്രസൻസ് മനസ്സിലാവാൻ. ഇവിടെ വണ്ടി പാർക്കിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊക്കെ ഒരു നല്ലൊരു പോർഷ് ലൊക്കാലിറ്റിയാണ്. അപ്പോൾ ഞാൻ പാർക്ക് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചായക്കട. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ പാർക്ക് ചെയ്തു, ഒരു ചായ മേടിച്ചു, ഒരു സമോസ മേടിച്ച് ആളോട് സംസാരിച്ചപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞ് പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ പാർക്ക് ചെയ്ത് വന്നിരിക്കുക. ഡൽഹിയിലിപ്പോൾ തണുപ്പൊക്കെ പോയി തുടങ്ങി. ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഫാൻ ഇട്ടിട്ടൊക്കെ കിടന്ന് തുടങ്ങിയത്, കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉഷ്ണിച്ച് തുടങ്ങി, ഉഷ്ണം തോന്നിക്ക്. ഇപ്പോൾ തന്നെ ഞാൻ ആകെ ഒരു സ്വെറ്റ് ഷർട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ. നല്ല ചൂട്, നല്ല വെയിലുണ്ട് ഇപ്പം.